പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെളുത്തുള്ളി നല്ല റേറ്റ് ആണ് ഇപ്പൊ വെളുത്തുള്ളിക്ക്. ഏകദേശം കിലോന് 160, 145 ആ റേറ്റിന് വരുന്നുണ്ട് വെളുത്തുള്ളി. അപ്പൊ ആ വെളുത്തുള്ളി ഉണക്കി പൊടിച്ച് പൗഡറാക്കി ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മുകളിൽ തന്നെ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിക്ക് അടി കിട്ടാത്തതിന്റെ സുഖേടാന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ എല്ലാ യാഥാർത്ഥ്യമാണ് പറയുന്നത്. കാരണം ഈ ഡൊമിനോസ് അതുപോലെ തന്നെ ഒരുപാട് കോപ്പറേറ്റീവ് കമ്പനികൾ ഇന്ന് ഈ അവരുടെ പ്രൊഡക്റ്റുകൾ അവരുടെ മെനു വെറൈറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഗാർലിക് പൗഡർ. അപ്പൊ അങ്ങനെ ഒരു പൗഡർ നമ്മൾ മേക്ക് ചെയ്ത് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാൻസ് ഉണ്ട് അത് സെയിലായി പോവാൻ. ഈ വെളുത്തുള്ളി ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ച് പൗഡറാക്കി നല്ല പാക്കേജിങ്ങും നല്ല ബ്രാൻഡിങ് നെയിമും കൊടുത്ത് നമ്മളിത് മാർക്കറ്റിൽ എത്തിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്ഡൊണാൾഡ്സ്, ഡൊമിനോസ് ഇതുപോലത്തെ കോപ്പറേറ്റീവ് കമ്പനികളിലാണ് നമ്മളിത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഹൈ ലെവലിൽ നമ്മൾ ആദ്യം ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാം. ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു ബിസിനസ് ആയിട്ട് നമ്മളിത് കൺവേ ചെയ്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യാൻ നല്ല ഹൈ ലെവലിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല ഹൈ ലെവലിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് കോപ്പറേറ്റീവ് കമ്പനികൾക്ക് ഇപ്പൊ ആവശ്യമായി തുടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ എല്ലാവരും പേസ്റ്റ് രൂപേണ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ പോകുന്ന തലമുറയ്ക്ക് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം വെളുത്തുള്ളിക്ക് പകരം ഇനി യൂസ് ചെയ്യുക ഗാർലിക് പൗഡർ ആയിരിക്കും. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് ആദ്യം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡീഹൈഡ്രേറ്റഡ് മെഷീനൊക്കെ മേടിച്ച് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഏണിങ്സ് ഉണ്ട് എന്ന് കണ്ടാൽ പതുക്കെ പതുക്കെ നല്ല ബിൽഡ് ചെയ്ത് നല്ലൊരു കമ്പനി തന്നെ നമ്മൾ രൂപീകരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഏണിങ്സ് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഗാർലിക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നല്ലോണം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കറന്റ്ലി നമ്മുടെ റേറ്റ് 145, 165 രൂപ ഒരു കിലോന് വെളുത്തുള്ളി റേറ്റ് വരുന്നുണ്ട്. 1 കിലോ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചാലാണ് നമുക്ക് 100 ഗ്രാം പൗഡർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് സത്യാവസ്ഥയാണ് കേട്ടോ പറയണത്. 100 ഗ്രാം പൗഡർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 100 ഗ്രാം പൗഡറിന് തന്നെ നമ്മൾ നല്ലൊരു ബ്രാൻഡിങ് നെയിം കൊടുത്ത് നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ ഏകദേശം ഏതെങ്കിലും ഒരു ഓൺലൈൻ ഈ നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സൈറ്റുകളിൽ കയറി നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാണാം. ഈ ഗാർലിക് പൗഡറിന് 100 ഗ്രാമിന് ഏകദേശം 180 രൂപ തൊട്ട് 280, 290 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും നല്ലൊരു ബ്രാൻഡിങ് പാക്കേജിങ്ങിൽ നല്ലൊരു ടിന്നിലൊക്കെ ആക്കി നല്ല ബ്രാൻഡിങ് നെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാമിന് ഏകദേശം ഈ പറഞ്ഞ റേറ്റ് തന്നെ 290 രൂപ, 180 രൂപ തൊട്ട് 290 രൂപ വരെയുള്ള റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെയും സെയിൽ ചെയ്യാം. അതിന് പുറമെ നമുക്ക് ഇത് എക്സ്പോർട്ടും ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോപ്പറേറ്റീവ് കമ്പനികൾക്കും അവരായിട്ടും നല്ലൊരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഓർഡറുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ഏണിങ്സ് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഐഡിയ ആണ് ഈ ഗാർലിക് പൗഡർ. അപ്പൊ ഇന്നത്തെ തലമുറ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ഏണിങ്സും ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെല്ലാവരും